ഹായ്, ഞാൻ അനില ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നാലമ്പലത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവരും പോവാറുണ്ട്. എല്ലാവർക്കും തിരക്കാണ്. ഉന്തിത്തള്ളി നടയിലെത്തുമ്പോൾ കണ്ണും അടയ്ക്കും. അപ്പോൾ കണ്ണനെ ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ എല്ലാവരും കണ്ണടയ്ക്കലാണ് പതിവ്. അപ്പോൾ എപ്പോഴും കണ്ണ് തുറന്ന് തന്നെ ഭഗവാനെ കാണുക. ഇതൊക്കെയാണ് ഭക്തരുടെ പതിവ് പരിപാടി. ഇനി ഗുരുവായൂർ പോകുമ്പോൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് തൊഴുതു മടങ്ങുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവും. നാലമ്പലത്തിലുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതാട്ടോ നിങ്ങളൊരു ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ ഗുരുവായൂരപ്പനും നിങ്ങളും പൊറുക്കണേ. നാലമ്പലത്തിനുള്ളിലേക്ക് കടന്നാൽ ഇടതുവശത്ത് കാണാം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ച സ്ഥലം. അവിടെ ഇരുന്നാണത്രേ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയത്. അവിടെ ഒന്ന് വണങ്ങാൻ മറക്കരുത്. ഭട്ടതിരിപ്പാടിന് കൃഷ്ണൻ്റെ ബാലരൂപം മാത്രമേ തെളിയുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഗുരുവായൂരപ്പ എന്താ ചെയ്യുക എന്ന് ഭട്ടതിരിപ്പാട് സങ്കടം പറയുമ്പോൾ വലതുവശത്ത് ഒരു തൂണ് പിളർന്ന് നരസിംഹാവതാരം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വലതുവശത്തെ തൂണിനെയും നമ്മളൊന്ന് സ്മരിക്കണം. മണിമണ്ഡപത്തിൻ്റെ അടുത്തുകൂടി പോയാൽ നമ്മൾ തിടപ്പള്ളിയാണ് കാണുന്നത്. അവിടെ ഒന്ന് വണങ്ങിക്കോളൂ. ഹനുമാൻ്റെ ഒരു കൈ അവിടെയുണ്ട് എന്ന് പറയുന്നു. അവിടെ ഒരു രഹസ്യ അറയുണ്ട്. അവിടെയാണ് സെമന്തകമണി സൂക്ഷിക്കുന്നത്. അതാണ് ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യം എന്നാണ് പറയുന്നത്. പിന്നെ ഗണപതി അമ്പലം, അതിൻ്റെ മുൻവശത്ത് സരസ്വതി ദേവി. മേൽശാന്തി അർച്ചന പ്രസാദം നടത്തിരുന്ന സ്ഥലം കഴിഞ്ഞ് അനന്തശയനം കാണാം. ആദ്യം അതൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. ഹനുമാൻ, സുബ്രഹ്മണ്യൻ എന്ന ദേവതകളുടെ വിഗ്രഹങ്ങളും അവിടെയുണ്ട്. അതെല്ലാം തൊഴുതാൽ എല്ലാവരും പുറത്തേക്ക് ഒരു ഓട്ടമാണ് അല്ലേ. അതിനു മുമ്പ് ഇതുകൂടി ശ്രദ്ധിച്ചോളൂ. ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ഒരു കൽപ്പക വൃക്ഷവും അതിനടുത്ത് ഒരു താമരക്കണ്ണനും ഇരിപ്പുണ്ട്. അതിനടുത്ത് ഒരു മണ്ഡപവും കാണാം. ഭഗവാൻ നൃത്തം ചെയ്ത സ്ഥലമാണ് കേട്ടോ അത്. നൃത്ത അറയുടെ അടുത്ത് ഒരു മണിക്കിണറുണ്ട്. അതിലെ തീർത്ഥമാണ് എല്ലാ ചടങ്ങുകൾക്കും ഉപയോഗിക്കുന്നത്. അപ്പം താമരക്കണ്ണനെ തൊഴാൻ ഒരിക്കലും മറന്നു പോരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വാഴ്ച വരുന്നതാണ് തിരക്ക് കിട്ടാതിരിക്കാൻ നല്ലത്. 12 മണിയോടുകൂടി എത്തിയാൽ എളുപ്പം തൊഴുതിറങ്ങാം. 2 മണിക്ക് നട അടയ്ക്കൂ. സുഖദർശനം ഉറപ്പാണ്. 4:30 വീണ്ടും തുറക്കും. 5:30 വരെ തൊഴുതിറങ്ങാം. 7-നും 7:30 ഇടയിൽ വന്നാലും പെട്ടെന്ന് തൊഴാം. 9:30 നട അടയ്ക്കുള്ളൂ. ഇതൊക്കെ സാധാരണ ദിവസത്തിലെ കാര്യമാണേ. വിശേഷ ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ നമ്മളെ വല്ലാണ്ട് പരീക്ഷിക്കും. ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം ഞാൻ ഉടനെ തന്നെ ഇടാട്ടോ ഒരു ദിവസത്തെ പൂജകൾ. ഒരു ദിവസം ഗുരുവായൂർ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ അർച്ചനകൾ, നിർമ്മാല്യം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പിന്നൊരു ദിവസം വീഡിയോയിലൂടെ ഇടുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊന്നും മറക്കല്ല.